ലോക ചാമ്പ്യന്മാർ, ഏതൊരു ടീമും ഭയപ്പെടുന്ന താരനിര, ആക്രമണവും പ്രതിരോധവും മധ്യനിരയും ഒരുപോലെ സമന്വയിക്കുന്ന ലൈനപ്പ്. അതെ, ലോക ഫുട്ബോളിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു എക്കാലവും ജർമ്മനി. എന്നാൽ ഇന്ന് അവർ കരുത്തരായ എതിരാളികൾ അല്ലാതായി മാറിയിരിക്കുന്നു. കളിക്കളത്തിൽ അനിശ്ചിതത്വം ജർമ്മനിയുടെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു. ഈ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ദുർബലരായ കുറസാവോയെ 7-1 തോൽപ്പിച്ചാണ് ജർമ്മനി തുടങ്ങിയത്. എന്നാൽ കരുത്തരായ എതിരാളികൾ വന്നതോടെ ജർമ്മനിയുടെ പെരുമയ്ക്ക് മങ്ങലേൽക്കാൻ തുടങ്ങി. ഐവറി കോസ്റ്റിനെതിരായ രണ്ടാം മത്സരത്തിൽ ഒരു ഗോളിന് പിന്നീട് നിന്ന ശേഷം ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിലാണ് ജർമ്മനി 2-1 കടന്നുകൂടിയത്. അവസാന മത്സരത്തിൽ ഇക്വഡോറിനോട് 2-1 തോൽക്കുകയും ചെയ്തു. രണ്ടാം മിനിറ്റിൽ ലീഡ് നേടിയ ശേഷമാണ് 2 ഗോൾ വഴങ്ങി ജർമ്മനി തോൽവി ഏറ്റുവാങ്ങിയത്. ഒടുവിൽ നോക്കൌട്ട് റൗണ്ടിൽ പരാഗ്വേയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയം സമ്മതിച്ച് ജർമ്മനി തുടർച്ചയായ 3-ാം ലോകകപ്പിലും സെമിയോ ഫൈനലോ കാണാതെ പുറത്തായിരിക്കുന്നു. ലോക റാങ്കിങ്ങിൽ 34-ാം സ്ഥാനത്തുള്ള പരാഗ്വേയോടാണ് ജർമ്മനി തോറ്റതെന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രധാന ടൂർണമെന്റുകളിലെ 7 പെനാൽറ്റി ഷൂട്ടൌട്ടുകളിൽ 6 എണ്ണത്തിലും വിജയിച്ച ചരിത്രമാണ് എതിരാളികൾക്ക് മേൽ എക്കാലത്തും മാനസികാധിപത്യം പുലർത്തുന്ന ജർമ്മനിക്ക് പറയാനുള്ളത്. 1976-ലെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ചെക്കോസ്ലാവാക്യയോട് തോറ്റതിനു ശേഷം തുടർച്ചയായി 6 തവണയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടുകളിൽ ജർമ്മനി വിജയഗാഥ രചിച്ചത്. ലോകകപ്പിൽ ഒരിക്കലും ഷൂട്ടൌട്ടിൽ തോറ്റിട്ടില്ലാത്ത ടീമാണ് ജർമ്മനി എന്നതാണ് മറ്റൊരു വസ്തുത. പൊതുവെ വമ്പന്മാരെന്ന് കണക്കാക്കുന്ന ജർമ്മനിക്കെതിരായ ഈ വിജയം പരാഗ്വേയ്ക്ക് ഒരു മധുര പ്രതികാരം കൂടിയാണ്. 2002 ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പരാഗ്വേയെ 1-0 പരാജയപ്പെടുത്തിയിരുന്നു. അന്നത്തെ തോൽവിക്ക് ഏകദേശം 1/4 നൂറ്റാണ്ടിന് ശേഷം പരാഗ്വേ പ്രതികാരം ചെയ്തിരിക്കുന്നു. 2014-ൽ ബ്രസീലിൽ നടന്ന ഫൈനലിൽ ജർമ്മനി അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച് 4-ാം ലോക കിരീടം നേടിയതിനു ശേഷം ഇതാദ്യമായാണ് ജർമ്മനി നോക്കൌട്ടിൽ കടന്നത്. കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ജർമ്മനി ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായിരുന്നു. ജർമ്മനിയുടെ പ്രഭാവത്തിന് മങ്ങലേൽക്കുന്നത് ലോകകപ്പിൽ മാത്രമല്ല. ഇക്കഴിഞ്ഞ യൂറോ കപ്പിലും ജർമ്മനിയുടെ പ്രയാണം ക്വാർട്ടർ ഫൈനൽ വരെ മാത്രമായിരുന്നു. ക്വാർട്ടറിൽ സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ജർമ്മനി സ്പെയിനിനോട് തോറ്റ് പുറത്താകുകയായിരുന്നു. 2021-ലെ യൂറോ കപ്പിൽ ജർമ്മനിയുടെ പോരാട്ടം പ്രീ ക്വാർട്ടറിൽ അവസാനിച്ചിരുന്നു. അന്ന് ഇംഗ്ലണ്ടിനോടാണ് അവർ തോറ്റത്. ലോകകപ്പ് ചരിത്രം പരിശോധിച്ചാൽ ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയിട്ടുള്ള ജർമ്മനിയുടെ സ്ഥാനം വമ്പൻ ടീമുകൾക്കൊപ്പമാണ്. ലോക ഫുട്ബോളിലെ ഫാബ് 4 എടുത്താൽ അതിൽ ഒന്ന് ജർമ്മനിയാണെന്ന് നിസ്സംശയം പറയാമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിന് സാധിക്കുമോ എന്ന് സംശയമാണ്. അതെ, ജർമ്മനി ലോക ഫുട്ബോളിൽ ഒരു വൻ ശക്തി അല്ലാതായിരിക്കുന്നു.